ട്രംപ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിന് മുമ്പായിട്ട് പറയുന്നത്, രാത്രിക്ക് മുമ്പ് പറയുന്നത് ഒരു കാര്യമായിരിക്കും. അത് എന്തെങ്കിലും ഒരു നിലപാട് എന്നുള്ള രീതിയിൽ അങ്ങ് പ്രഖ്യാപനം വെച്ച് വിളമ്പും. പക്ഷെ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ പ്രഖ്യാപനം വരുന്നത് ഇതിന് ഘടകവിരുദ്ധമായ പ്രഖ്യാപനമായിരിക്കും. ഒരു ദിവസം എഴുന്നേറ്റ് പറയും, ഇത് ഇനി ഇറാനുമായിട്ടുള്ള യുദ്ധം നിർത്താൻ പോവാണ്, ഇറാനെ ഇനി ആക്രമിക്കത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു പിറ്റേ ദിവസം പറയും ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തും, ഇറാനെ തോൽപ്പിക്കും എന്ന് പറയും. എന്നിട്ട് അടുത്ത ദിവസം പറയും ഇറാൻ തോറ്റു കഴിഞ്ഞു എന്ന് പറയും. ഇതിലേതാ വിശ്വസിക്കുന്നതെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. ഒരു പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അമേരിക്കയല്ലേ, അവർക്കിതൊക്കെ പറയാനും ചെയ്യാനും ഒക്കെ വെക്കും. അമേരിക്കൻ പ്രസിഡന്റും ചെയ്യാൻ പറ്റും. ഹോർമോസ് കടലിടുക്ക് അമേരിക്കൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഭയന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിനി എന്ന് അമേരിക്കക്കാരാവുമെന്ന് അറിഞ്ഞൂടാ. ശ്രീ നരേന്ദ്രമോദിയായിട്ട് ഇപ്പോൾ വളരെ അടുപ്പത്തിലും ബന്ധത്തിലുമൊക്കെയാണ് എന്ന് പറയപ്പെടുന്നു. കണ്ടാ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എന്തെന്നറിയോ, ഇനിയിപ്പോൾ ചിലപ്പോൾ തോന്നും വിരോധം വന്നെന്നിരിക്കട്ടെ, അതുകൊണ്ട് നരേന്ദ്രമോദി ഒരിക്കലും അദ്ദേഹമായിട്ട് പിണങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. പിണങ്ങി കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് എന്തെന്നറിയോ, ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇനി ഇല്ല, അത് അമേരിക്കൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ട് ഞാൻ അങ്ങ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ഇയാൾ അങ്ങനെ ഇരുന്നുകൊണ്ട് ഓരോ അങ്ങ് പ്രഖ്യാപനം ഇയാൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ഇറാൻ്റെ ടെറിട്ടറി, അതിന് ഇറാൻ എന്ന് പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇറാൻ്റേതായിരുന്നു, ഇപ്പോഴും ഇറാൻ്റേതാണ്, ഇനി എന്നും ഇറാൻ്റേത് തന്നെ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഹോർമോസ് കടലിടുക്ക് എപ്പോൾ തുറക്കണമെന്നും എങ്ങനെ തുറക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്ന ഇറാനാണ് എന്ന് അവർ അസന്നിഗ്ധമായിട്ട് യാതൊരു സംശയ ലെവലേശത്തിന് പോലും ഇടയില്ലാത്ത വിധത്തിൽ അവർ പ്രഖ്യാപിച്ചു, അവർ കൊടുത്തു, അവർ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇയാൾ ഇതുപോലെ ഓരോ തമാശ പറയും. അപ്പോൾ ഇറാൻ യുദ്ധത്തിൽ പരാജയപ്പെടും എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനുള്ള മറുപടി പറഞ്ഞത് അമേരിക്ക തോറ്റു കഴിഞ്ഞ് അമേരിക്ക തോറ്റതായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഇതെപ്പോൾ തുറക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് പറയാം. ഹോർമോസ് ഇതാണ് ഇറാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇറാനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ വൃത്തികെട്ട വർത്തമാനം പറഞ്ഞത്. അതായത് ഹോർമോസ് കടലിടുക്ക് ഉൾപ്പെടുന്ന പ്രദേശം അമേരിക്കൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ട് ആണ് അങ്ങനെ പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞു. ഇയാളങ്ങ് പ്രഖ്യാപിച്ചു, പിന്നെ തീർന്നില്ല കാര്യം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ രാജ്യം ഇയാൾക്ക് തോന്നുന്ന വിധത്തിൽ അങ്ങ് പ്രഖ്യാപിക്കും. ഒരു രാജ്യത്താണെങ്കിൽ വെനസ്വേല നമ്മൾ കണ്ടതാണ്. ആ രാജ്യത്ത് കയറി അവിടെ ഓയിലുണ്ടായിരുന്നു, അതാണ് അവരുടെ ഏറ്റവും വലിയ അവർക്ക് പറ്റിയ അപകടം. ആ ഓയിലുണ്ടായിരുന്ന ആ രാജ്യത്ത് കയറി അവിടുത്തെ പ്രസിഡന്റിനെയും, അതായത് അവിടുത്തെ ഭരണാധികാരിയെയും അയാളുടെ ഭാര്യയും പിടിച്ച് കൊണ്ടുപോയി അമേരിക്കയെ ജയിലിലിട്ടേക്കാണ്. എന്നിട്ടാണ് ഓരോ വർത്തമാനം പറയുന്നത്. എന്നിട്ട് അവിടുത്തെ ഓയിൽ മുഴുവൻ ഊറ്റി ഇയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണി ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇറാനിലോട്ട് പോയത്. അപ്പോൾ നേതന്യാഹു പതുക്കെ ഓതിക്കൊടുത്തു. നേതന്യാഹുവിന് അമേരിക്കയെ ഇതിൽ പിടിച്ചിടണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. അതുവരെ അമേരിക്ക പുറകിൽ നിന്ന് സഹായം കൊടുക്കുക ചെയ്യത്തുള്ളായിരുന്നു ഇവർക്ക്. പിന്നെ പരസ്യമായിട്ട് അങ്ങ് വന്നു ഇറാൻ അമേരിക്കയുടെ കൂടെ ഒന്നും ചെയ്തിട്ടില്ല. ഇറാനെ അമേരിക്ക എന്തിനെ ആക്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, നമ്മൾ ഈ വെനസ്വേല പിടിച്ചില്ലയോ, അതിനേക്കഴിയൊക്കെ റിച്ചാണ് ഓയിൽ ഇറാൻ. ശരിയാണ്, ഇറാനിൽ ഓയിൽ റിച്ച് എന്ന് പറയുന്നത് വെനസ്വേലയെക്കഴിയും കൂടുതൽ ഓയിലുണ്ട് ഇറാനിൽ. അപ്പോൾ അത്രയും റിച്ചാണ് ആ ഓയിലിൽ. അപ്പോൾ അതിങ്ങി പിടിച്ചടക്കി കഴിഞ്ഞാൽ നമുക്ക് അതായത് ലോകമൊന്നാകെ ഉള്ള ആ മൊത്തത്തിലുള്ള ഓയിൽ രാജാവെന്നുള്ള രീതിയിൽ ഇരിക്കാം എന്ന് പറഞ്ഞു കൊടുത്തു. കേട്ടത് പാതി കേൾക്കാത്ത പാതി ഇയാൾ തോക്കെടുത്തുണ്ടെങ്കിൽ ഇറങ്ങി. ഇതാണ് സംഭവിച്ചത്. ഇറങ്ങി ഇപ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരിപ്പോണം, അതിന് മാർഗമില്ല, മറ്റവന്മാർ വിടത്തുമില്ല. കാരണം തടിയിറക്കുന്ന ആപ്പുണ്ടല്ലോ, കുരങ്ങ് വലിച്ചൂരിയതുപോലെ അതിൻ്റെ താഴോട്ട് പോയി ആപ്പ് വലിച്ചൂരിയെന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ സംഭവിച്ചത്. ഇതങ്ങ് ഊരിപ്പോയി, ഇതിനകത്ത് കയറി ആപ്പ് വലിച്ചൂരി. ഇപ്പോൾ ഇത് പ്രശ്നമായി, അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഊരിപ്പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റവന്മാർ തോറ്റെന്നവന്മാർ സമ്മതിക്കണം. ഇത് നാണക്കേടല്ലേ?
ഇല്ല, അമേരിക്കയിലെ ജനങ്ങൾ ഇയാളെ വെറുതെ വെച്ചേക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ജീവനം കൊണ്ട് ഇപ്പോൾ ഓടി നടക്കുകയാണ്, വെളിയിൽ ഇറങ്ങാൻ വയ്യ. കാരണം ഇറാൻ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചത് അവർ നോക്കി വെച്ചേക്കുക. അതിന് പകരം ഒരു വീട്ടും ഇയാളെ ജീവൻ എടുക്കുമെന്ന് അവർ പറഞ്ഞേക്കാണ്. അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് ഒത്തുതീർക്കണമായിരുന്നു. അതിനുള്ള കുറേ അവസരങ്ങളുണ്ടായി, അതെല്ലാം ഇയാൾ കളഞ്ഞു വിളിച്ചു. ഇയാൾ ഇന്ന് ഒത്തുതീർപ്പാന്ന് പറയും, ഓരോ രാജ്യങ്ങളൊക്കെ വരും, അയാൾ അന്നേരം പറയുന്നത് അതിൻ്റെ കുഴപ്പം അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ബോംബ് കൊണ്ടിടും. അതോടുകൂടി അവിടെ അവർ അങ്ങ് തീരുമാനിക്കും, അവർ പറയും ഇനി ഞങ്ങളില്ലെന്ന് പറയും, ഇനി ഞങ്ങളില്ല ഇതിന്, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സൈനിക ഉപരോധങ്ങളും അതൊക്കെ, അതായത് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കുന്നതെല്ലാം പിൻവലിക്കണം, അവിടെ സൈനിക സാന്നിധ്യം ആ ഭാഗത്തുള്ളത് മുഴുവൻ അവർ വിഡ്രോ ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഇയാൾ ഇന്ന് പറയുന്നത് അവർക്ക് വിശ്വസിക്കുന്ന ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ഇയാൾ കരാറെടുത്തങ്ങ് വലിച്ചേറി കളയും, എന്നിട്ട് നാളെ അന്തസ്സായിട്ട് ഇയാൾ കയറി അങ്ങ് ആക്രമിക്കും. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചെയ്യുന്ന കാര്യം, അവർ പറഞ്ഞത് ഇതേ ഉള്ളൂ, ഇത് ഇനി ഞങ്ങൾ ഈ ചർച്ചയ്ക്കൊന്നും ഞങ്ങളില്ല. ഇത് ആദ്യം ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒരു പ്രീ കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത് ഇതിനു വേണ്ടി. ഇവിടുത്തെ അതായത് ഈ ഉപരോധം പിൻവലിക്കണം. ഒന്ന്, അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി അവർ പട്ടിണിയിലാണ്. അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും ഇയാളെ ഈ പുതിയ പ്രഖ്യാപനം വന്നല്ലോ, അതായത് ഈ അമേരിക്കൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ടങ്ങ് മാറ്റിയില്ലേ, അതിനി അതന്നേരം അതോടുകൂടി ഇനി ഇറാൻ ഇല്ലാതായി പോകത്തില്ലേ. അപ്പോൾ ഈ പെസഷ്കിയാൻ, അതായത് ഇറാനിയൻ പ്രസിഡൻറ്റ് വന്നിട്ട് പറഞ്ഞു, ഇറാനിയൻ പ്രസിഡന്റ് വന്നു, പെസഷ്കിയാൻ ഇങ്ങോട്ട് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ ബ്രിക്സിൽ ഇവർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ട്, ഇറാൻ അംഗത്വം ഉണ്ട് ഇപ്പോൾ ബ്രിക്സിൽ. അപ്പോൾ ഇനി ബ്രിക്സ് ബാങ്കിങ്ങും കൂടെ തുടങ്ങാൻ പോകുന്നുണ്ട്, ഒരു പ്രത്യേക ബാങ്ക് തുടങ്ങാൻ പോകുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ അവർക്ക് ഇനി അതിൻ്റെ കറൻസി എല്ലാം വരും. ഇപ്പോൾ ഇവർക്ക് വ്യാപാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവർ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നോക്കുന്നത് ഈ ബ്രിക്സിൻ്റെ ഇതുപോലെ ഒരു 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 ഇതുണ്ടായി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അവർക്ക് അത് വെച്ചുകൊണ്ട് അവർക്കത് ശരിയാക്കി എടുക്കാം. അവരെ വ്യാപാരങ്ങളും വിനിമയം എല്ലാം അവർക്ക് നടത്താൻ പറ്റും. അപ്പോൾ അവർ ആ രീതിയിലും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പെസഷ്കിയാനെ നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഉച്ചകോടി പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ അന്നേരം ഇവരുമായിട്ടുള്ള ഈ സമാധാനത്തിനെ കുറിച്ചുള്ള ചർച്ച അതും വരാൻ ഉള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി അതിപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാലും ശരി, ഇപ്പം നരേന്ദ്രമോദി പറയുന്ന ഒന്നും അയാൾ കേൾക്കുന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ വരും. ആ ഒരു വലിയ ഉപദ്രവങ്ങൾ ഏതായാലും ഇല്ലാതാവും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഏതായാലും ഏതെങ്കിലും ഒരു വിധത്തിൽ ഇതിനൊരു ശമനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം.